പ്രിയമുള്ള യോഗാധ്യക്ഷൻ, ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ, സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് നാട് ഉപേക്ഷിച്ചു പോകുന്നവർ എത്രയാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഫലം ആകെ വീട് വിട്ടു പോകും. ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് നമ്മുടെ കൊക്കാത്തോട്ടിലുള്ള ആളുകൾ. ഏതാണ്ട് 50% ആളുകൾ ആ പഞ്ചായത്ത് വിട്ടു പോയിരിക്കുന്നു. അവർ ജനിച്ചു വളർന്ന പ്രദേശമാണ്. ഇത് തന്നെയാണ് ചിറ്റാറ്, സീതത്തോട്, കണ്ണിത്തോട്. ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഭക്ഷ്യക്ഷാമമുള്ള കാലത്ത് രാജാവിൻ്റെ ഭരണകാലത്താണ് ഇവർക്ക് പാവങ്ങളെ അവിടെ താമസിപ്പിച്ച് കൃഷി ചെയ്യാനുള്ള അവകാശം കൊടുത്തു. അവര് തലമുറകളായി അവർ കൈവശം വെച്ച് പോന്നിരുന്ന പ്രദേശം, ആ ഭൂമി, അവർ ജനിച്ചു വളർന്ന വീട്, ഇതെല്ലാം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ നാടെത്തി എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായ പ്രശ്നമാണ്. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര്, താന്തോന്നികളായ കുറെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ താന്തോന്നിത്വത്തിന്റെ താഴ്വേറിറക്കാനുള്ള ശക്തി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒന്നും കാണിക്കണ്ട, ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ നാട് ജനങ്ങൾക്കുള്ളതാണ്, ജനങ്ങൾക്കുള്ളത്. നമ്മുടെ ജില്ല എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഏതാണ്ട് 2642 സ്ക്വയർ കിലോമീറ്റർ ആണ് പത്തനംതിട്ട ജില്ലയുടെ വിസ്തീർണം. അതില് 1385 സ്ക്വയർ കിലോമീറ്ററും സംരക്ഷണ വനമേഖലയാണ്. ഈ ജില്ലയിൽ 12 ലക്ഷത്തോളം ആളുകളുണ്ട്. 12 ലക്ഷത്തോളം ആളുകളുണ്ട്. അവർക്ക് താമസിക്കാൻ 1267 സ്ക്വയർ കിലോമീറ്റർ വസ്തു മാത്രമേ ഉള്ളൂ. അന്നേരം വനത്തിനേക്കാൾ കുറവാണ് നമ്മുടെ നാടിന്റെ ജനങ്ങൾക്ക് താമസിക്കുന്ന പ്രദേശം. ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, വനത്തിൽ വന്യജീവികൾ അവര് അവിടെ ജീവിക്കട്ടെ, അതിന് ഞാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നാട്ടിലിറങ്ങാൻ പറ്റുന്നില്ല. നാട് ജനങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്, ജനങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ളതാണ്. നാട്ടിലിറങ്ങുന്ന എല്ലാ വന്യജീവികളെയും നാട്ടുകാർ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേസൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇവിടെ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിച്ചേ മതിയാവും. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി എന്താണ്? അവിടെ തന്നെ ആന മരിച്ചെന്നു, ആന ചത്ത്. ആന എന്തോ ചരിയുന്നേ, ആന ചരിഞ്ഞു പോലും. ആന ചത്ത്, പട്ടി ചത്തെന്ന് പറയുന്നോട് ആന ചത്ത്. അപ്പുറത്ത് ആനയ്ക്കുന്ന പ്രത്യേകത, പട്ടി നമ്മുടെ നാട്ടിൽ പിള്ളേർ റോഡിലൂടെ നടക്കാൻ കഴിയത്തില്ല. പിള്ളേരെ പട്ടിയെ പേടിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ കഴിയില്ല, അംഗനവാടി വിടാൻ കഴിയത്തില്ല. ആന വീട്ടിൽ നിൽക്കാന്നേ, നേരം വിളിച്ച് കഥ തുറന്ന് നോക്കുമ്പോൾ വീട്ടിൽ ആന നിൽക്കുക. എന്താ പറയുക? അവിടെ പമ്പാവാലിയിൽ നേരം വെളുത്തപ്പോ ഒരാൾ വീട്ടിലെ മുറ്റത്തോട് ഇറങ്ങിയ ആളിനെയാണ് ഭാര്യയുടെ മുന്നേ വെച്ചാണ് ആന. എന്തേ? അത് വികാരമില്ലേ? ഭാര്യയ്ക്ക് വികാരമില്ലേ?